നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഹരിശരണം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ വിനീത സ്വാഗതം. ഹരിശരണം യൂട്യൂബിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ദിവസം വളരെ പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷുവാണ്. അപ്പോൾ ഇന്ന് വിഷു ആഘോഷത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന ദിവസമാണ് ഇന്ന്. എന്ന് വെച്ചാൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതിക ദ്വന്ദ്ങ്ങളെ സമത്വഭാവത്തിൽ കണ്ടറിഞ്ഞ് അതിനെ സഹിച്ചും സഹിഷ്ണുത കാണിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയി ആത്മീയതയിലേക്ക് മുന്നേറണം എന്നുള്ളതായ ഒരു സന്ദേശം വിഷു ദിവസം നമുക്ക് തരുന്നുണ്ട്. ഒരു വലിയ മാറ്റം അകത്ത് സംഭവിക്കണം, ആത്മീയമായ മാറ്റം എന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിഷേധങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനമൊക്കെ ഇപ്പോൾ ഉണ്ട്, ധാരാളമുണ്ട്. അപ്പം അതിനൊക്കെ അതിവർത്തിക്കാനുള്ളതായൊരു ആത്മീയമായ ഒരു മാറ്റം നമുക്ക് വേണ്ടേ എന്ന് ചിന്തിക്കേണ്ടതായൊരു അവസരം കൂടിയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ചിന്തയുണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്കൊരു ആത്മീയമായ മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിത യാത്രയിൽ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആത്മീയമായ മാറ്റം എനിക്ക് ആവശ്യമാണ്, പക്ഷേ പറ്റിയ ഒരു ഗുരുവിനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും അഭ്യസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായ തരത്തിൽ സംസാരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും പ്രസക്തി കാണേണ്ടത്. രണ്ട് തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് ഭൗതിക തലം, ഒന്ന് ആത്മീയ തലം. ഭൗതിക തലം എന്നുള്ളതാണ് സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ മറ്റുള്ളതായ ഭൗതിക ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ളതായ വിദ്യാഭ്യാസമൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുരുവിനെ കിട്ടിയാൽ മാത്രമേ അതിൽ വേണ്ടത്ര പരിജ്ഞാനം നേടാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഭൗതിക തലത്തിലുള്ളതായ അറിവ് നേടാനായിട്ട് ആദ്യം അന്വേഷിക്കേണ്ടത്, ഭൗതിക തലത്തിലുള്ളതായ അറിവ് നേടാൻ ആദ്യം അന്വേഷിക്കേണ്ടത് നല്ല ഗുരുക്കന്മാരെയാണ്. അങ്ങനെയുള്ളതായ ആ ഗുരുക്കന്മാർ മുഖേന മാത്രമേ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഭൗതികമായ അറിവ് നമുക്ക് നേടാൻ സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോകണു, കോളേജിൽ പോകണു, അധ്യാപകരായിട്ട് ബന്ധപ്പെടുന്നു, അതുകൂടാതെ ട്യൂഷന് പോകണു, കോച്ചിങ് സെൻറ്ററിൽ പോകണു. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഭൗതികജ്ഞാനത്തിന് നമ്മൾ ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ ഗുരുസങ്കേതങ്ങളെയും അന്വേഷിച്ച് പോകുന്നു എന്നുള്ളത് ശരിയാണ്, അത് വേണ്ടതുമാണ്. പക്ഷേ ഇവിടുത്തെ ചിന്ത മറ്റൊന്നാണ്.
ആത്മീയമായിട്ട് നമുക്ക് മുന്നേറണമെങ്കിൽ ഈശ്വരീയമായ ഒരനുഭവവും ആനന്ദവും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ഗുരുവിനെയാണോ അന്വേഷിക്കേണ്ടത്, അതോ ഈശ്വരനെയാണോ അന്വേഷിക്കേണ്ടത്, ഈശ്വര തത്വത്തിനെയാണോ അന്വേഷിക്കേണ്ടത്? ഇതിന് ഉദാഹരണങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്, ദൈനംദിന ജീവിതത്തിലുണ്ട്. ധ്രുവൻ അച്ഛൻ്റേതായ പെരുമാറ്റത്തിൽ വിഷമിച്ചുകൊണ്ട് അമ്മയുടെ ഉപദേശപ്രകാരം ഭഗവാനെ നേടാൻ വേണ്ടി പുറപ്പെടുന്നതായ സന്ദർഭത്തിൽ നാരദ മഹർഷി അവിടെ വരുന്നുണ്ട്, ധ്രുവനെ ഉപദേശിക്കാനായിട്ടും വേണ്ട ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഗുരു വരുന്നു. പ്രഹ്ലാദൻ്റെ കഥയിലും അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളതായ മഹാമുനിയായിരിക്കുന്ന വേദവ്യാസന് പോലും പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിച്ച ശേഷം വേണ്ടത്ര സംതൃപ്തി വരാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മഹാഗുരുവായിരിക്കുന്ന നാരദ മഹർഷിയാണ്. അതുപോലെ രത്നാകരൻ്റെ ഒരു പുനർജന്മം പോലെ ഉണ്ടായ വാൽമീകി മഹർഷിക്ക് രാമായണ രചനയ്ക്കുള്ളതായ പ്രചോദനം കൊടുത്തതും പ്രേരണ കൊടുത്തതും ഒരു മഹാഗുരുവായിരിക്കുന്ന നാരദ മഹർഷി തന്നെയാണ്. അപ്പോൾ എന്തു പറഞ്ഞു വരുന്നു വെച്ചാൽ, ആത്മീയ തലത്തിലാണ് നമ്മൾ ഒരു അന്വേഷണത്തിന് പുറപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഈശ്വര തത്വത്തിനെയാണ്, ഈശ്വരനെയാണ്. ഈശ്വര അന്വേഷികളായി തീരണം ആദ്യം. അങ്ങനെ വരുമ്പോൾ പുരാണങ്ങളും മറ്റ് ഇതിഹാസങ്ങളും അനുഭവസ്ഥരും ആത്മീയ ഉന്നതി നേടിയിട്ടുള്ളതായ സർവർക്കും അറിയാം, ഭഗവാൻ തന്നെ നമുക്ക് യോജിച്ചതായ ഒരു ഗുരുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതൊരു വാസ്തവമാണ്. അത് ഏത് തരത്തിലുള്ള ഗുരുവായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അത് പുസ്തക രൂപേണയാവാം, അല്ലെങ്കിൽ പുണ്യദേശങ്ങളിലായിരിക്കുക, പുണ്യദേശങ്ങളുള്ളതായ ബന്ധം കൊണ്ടാവാം, ക്ഷേത്ര സന്ദർശനം കൊണ്ടാവാം, അതല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ നല്ലൊരു ഗുരു നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാനും സാധ്യത ധാരാളമാണ്. അതാണ് സത്യം. അതുകൊണ്ടാണ് ഭൗതിക തലത്തിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഗുരുവിനെയാണെങ്കിൽ ആധ്യാത്മതലത്തിൽ അന്വേഷിക്കേണ്ടത് ഗുരുവിനെ അല്ല, ആദ്യം ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ഉള്ളിൽ തെളിയുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിൽ ആ ഒരു ജിജ്ഞാസ വളരുമ്പോൾ, ഒരു പ്രാർത്ഥനാരൂപത്തിലുള്ളതായ ജിജ്ഞാസ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാൻ തന്നെ ഏതെങ്കിലും നല്ലൊരു ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് അനുഭവം കൊണ്ടേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആത്മീയ തലത്തിലുള്ളതായ ഒരു വികാസം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈശ്വര സാക്ഷാത്കാരം സാധിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ളതായ ഒരുക്കങ്ങളും പുറപ്പാടും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നമുക്ക് യോജിച്ചതായ ഗുരു നമ്മുടെ മുമ്പിൽ വരാതിരിക്കില്ല, വരും. പക്ഷേ നമ്മുടെ ആ ഒരു സങ്കല്പം, നമ്മുടെ ആ ഈശ്വര സാക്ഷാത്കാരത്തിലുള്ളതായ വ്യഗ്രത തീവ്രമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടി ഭഗവാനോട് ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നാൽ അനേകം അനുഭവസ്ഥർ പറഞ്ഞ പോലെ തന്നെ ഓരോ സാധകനും യോജിച്ച ഗുരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭ്യമാകും. ഭഗവാൻ തന്നെയായിരിക്കും ഗുരുവായിട്ട് വരുന്നത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് പറഞ്ഞതായ ആ ഒരു തത്വത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഗുരുവിന് വേണ്ടി കാത്തിരിക്കാതെ കണ്ട് ആത്മീയമായ ഒരു ഉന്നതി നേടാനുള്ളതായ ഒരു ജിജ്ഞാസ വളർത്തിയെടുത്തുകൊണ്ട് അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കാനുള്ളതായ ഒരു സങ്കല്പം നേടിയെടുത്തുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുരു നമുക്ക് അനുഗ്രഹം തരാനായിട്ട് വരും, നമ്മളെ നയിക്കും എന്നുള്ളതായൊരു പരമാർത്ഥം സൂചിപ്പിക്കാനാണ് ഈ ഒരു സുദിനം ഞാൻ തിരഞ്ഞെടുത്തത്, ഈ വിഷു ദിവസം. പലർക്കും ഇത് കാര്യത്തിൽ സംശയം
തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാനിവിടെ പറഞ്ഞത്. ആത്മീയ തലത്തിൽ ആദ്യം ഈശ്വരനെ അന്വേഷിക്കണോ ഗുരുവിനെ അന്വേഷിക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാനുള്ളത് ഈശ്വരനെ അന്വേഷിച്ച് തുടങ്ങുക. ഈ സാക്ഷാത്കാരത്തിനുള്ളതായ ജിജ്ഞാസ വളർത്തിയെടുക്കുക. അതിന് പ്രാരംഭത്തിൽ പുസ്തക പഠനമൊക്കെ നല്ലതാണ്, സജ്ജന സംസർഗം നല്ലതാണ്, സച്ചിന്ത നല്ലതാണ്, സത്കർമ്മത്തിലുള്ളതായ വ്യഗ്രത നല്ലതാണ്. ഇങ്ങനെ എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ, ഈ ഘടകങ്ങളൊക്കെ യോജിച്ച് വരുമ്പോൾ നേർവഴിക്ക് നയിക്കാനായിട്ടുള്ളതായ ഒരു ഗുരുവിനെ ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞേക്കും എന്നുള്ളതായൊരു പരമാർത്ഥം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏവരും ഇത് മനസ്സിലാക്കി ആവുന്നത്ര വേഗം ആത്മസാക്ഷാത്കാരത്തിനും ഈശ്വര ദർശനത്തിനും വേണ്ടിയിട്ടുള്ളതായ ഒരു ശ്രമം നടത്തണം. അങ്ങനെ ജീവിതത്തിൽ സമൂലമായ നല്ലൊരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു സന്ദേശം ഇവിടെ തരുന്നത്. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതൊക്കെ കേട്ട് ഏവരിലും ഒരു ദൈവിക സമ്പത്ത് വർദ്ധിക്കട്ടെ എന്നുള്ളതായൊരു സതുദ്ദേശവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹരിശരണം, ഹരിശരണം, ഹരിശരണം.